SNDP സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും എവിടെ വെച്ചാണ് ആദ്യമായി കണ്ടുമുട്ടിയത്? ഏത് വർഷം? ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പഠിച്ചിട്ട് പോവാം. ഇതിപ്പം ടാലൻറ്റിൻ്റെ ബുക്കിൽ കുറേ ഉണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ മലയാളത്തിലൊരു ബുക്ക് നോക്കാം. PSCക്ക് പഠിക്കുന്ന ആൾക്കാരായിരിക്കും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് കുറേ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് റിവിഷനായി എടുക്കുക. അതേപോലെ തന്നെ ഞാൻ പോയിൻറ്റ്സ് പറയുന്നതിന് മുമ്പേ അതിൻ്റെ ഉത്തരം ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു റീകോളിംഗ് പോലെ ആവും. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാതെ സ്വന്തം ഞാൻ പറയുന്നതിന് മുമ്പേ ജസ്റ്റ് ഇതൊന്നും അറിയുന്നുണ്ടോ, റീകോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നെല്ലാം നോക്കുക. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. ജനനം 1856 ഓഗസ്റ്റ് 20. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം 1856 ഓഗസ്റ്റ് 20. ജന്മസ്ഥലം ചെമ്പഴന്തി, തിരുവനന്തപുരം. ജന്മഗൃഹം വയൽവാരം വീട്. കുട്ടിക്കാലത്തെ പേര് നാരായണൻ. പിതാവ് മാടനാശാൻ. ഇനിയിപ്പോൾ ഓപ്ഷനിൽ നാണുന്നെല്ലാം ഉണ്ടാവും. അപ്പോൾ നാണുന്നെല്ലാം നമുക്ക് ബബിൾ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ബുക്ക് വെച്ചിട്ടാണ് പറയുന്നത്. മാതാവ് കുട്ടിയമ്മ, ഭാര്യ കാളിയമ്മ. സമാധിയായ വർഷം ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം 1928 സെപ്റ്റംബർ 20. മലയാള മാസം 1104 കന്നി 5. അപ്പോൾ ഇതിൽ ജനനം 1856 ഓഗസ്റ്റ് 20. സമാധിയായ വർഷമാണ് 1928 സെപ്റ്റംബർ 20. നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. കോടതികളിൽ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാം. നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി. ജനനവും മരണവും അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ആണ് ശ്രീനാരായണ ഗുരു. ജനനവും മരണവും അവധി ദിവസം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ. ഇത് ക്വസ്റ്റ്യൻ ആൻസർ ഇതിലാണുള്ളത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ സഹോദരിമാർ കൊച്ചുദേവി, കൊച്ചുമാത. ശ്രീനാരായണ ഗുരുവിൻ്റെ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ച വർഷം 1882. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കറിയില്ല, ഇത് കണ്ടിട്ടില്ല ഞാൻ, ചിലപ്പം ചോദിക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ഗുരു കണ്ണങ്കര മൂത്തപ്പിള്ള ആശാൻ. ഗുരുക്കന്മാരെ കുറിച്ചെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഹഠയോഗ വിദ്യ തൈക്കാടയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തി തൈക്കാടയ്യ. ശ്രീനാരായണ ഗുരുവിന് തൈക്കാടയ്യയെ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകൻ ചട്ടമ്പിസ്വാമി. ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റു ഗുരുക്കന്മാർ കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ, തൈക്കാടയ്യ, കൃഷ്ണൻ വൈദ്യർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887. ഇത് ചോദിക്കാറുണ്ട്. ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷവും അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷവും. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887. അതുപോലെ തന്നെ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888 ആണ്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലം നെയ്യാറിലെ ശങ്കനംകുഴിയിലാണ്. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാറ്റിൻകര, തിരുവനന്തപുരം ജില്ലയിൽ. ശ്രീനാരായണ ഗുരു
ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം നമ്മൾ കേട്ട് കേട്ട് തഴമ്പിച്ചൊരു കോട്ടായിരിക്കും. അത് എവിടെ വെച്ചിട്ട്? ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ട് 1924. ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം എന്തെന്ന്? അപ്പം ആപ്തവാക്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയതാണ് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ട്. ആലുവ അദ്വൈത ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഓം സാഹോദര്യം സർവത്ര. ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാറ്. സർവമത സമ്മേളനം ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടന്ന വർഷം 1924. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് ടി സദാശിവ അയ്യർ. ആലുവ സർവമത സമ്മേളനം നടന്നത് 1924. അതിൻ്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ടി സദാശിവ അയ്യർ. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം. നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് വിളക്കമ്പലം കാരമുക്ക് തൃശ്ശൂരിലെ. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ. നിലവിളക്ക് പ്രതിഷ്ഠയാണ് വിളക്കമ്പലം കാരമുക്ക്. ഇനി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവൻകോട് ക്ഷേത്രം. കണ്ണാടി പ്രതിഷ്ഠ കളവൻകോട് ക്ഷേത്രത്തിലാണ് കണ്ണാടി പ്രതിഷ്ഠ. നിലവിളക്കാണെങ്കിൽ കാരമുക്ക്. ഇനി ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലമാണ് ഉല്ലല, വെച്ചൂർ. അവസാനമായിട്ട് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം അഹം ബ്രഹ്മാസ്മി. കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വം എന്താണ്? അഹം ബ്രഹ്മാസ്മി. അത് ഓരോന്നേ ഉണ്ട്. ഇപ്പം ആലുവ സർവമത സമ്മേളനത്തിൽ വെച്ച് എന്താണ് മുന്നോട്ട് വെച്ചത്? കണ്ണാടി പ്രതിഷ്ഠയിലൂടെ എന്താണ് മുന്നോട്ട് വെച്ചത്? അപ്പോൾ കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച തത്വമാണ് അഹം ബ്രഹ്മാസ്മി, യു ആർ യുവർ സെൽഫ് ഗോഡ്. മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രം തിരുപ്പതീശ്വര ക്ഷേത്രം. ശ്രീനാരായണ ഗുരു കോഴിക്കോട് സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബസന്റ്. ഇനി SNDPയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. SNDP ഇമ്പോർട്ടൻ്റ് ആണ്. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം 1903 മെയ് 15. സ്ഥാപിതമായ വർഷം 1903 മെയ് 15. മലയാള മാസം 1078 ഇടവം 2. SNDPയുടെ ആസ്ഥാനം കൊല്ലം. SNDPയുടെ ആജീവനാന്തകാല അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്ത സ്ഥലം തലശ്ശേരിയാണ് 1927. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തി മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം പിള്ളത്തടം ഗുഹ, മരുത്വാമല. ഈ മൂർക്കോത്ത് കുമാരൻ കുറേ വ്യക്തികളുണ്ട്. അപ്പോൾ കുറേ നവോത്ഥാന നായകരും അവരുമായി ബന്ധപ്പെട്ട വ്യക്തികളും വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എല്ലാം ചോദിക്കാം. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് എല്ലാം ചെയ്യാൻ വേണ്ടി കിട്ടണമെങ്കിൽ നമുക്ക് ആൾക്കാരെ പരിചയം ഉണ്ടാവണം. ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം പിള്ളത്തടം ഗുഹ, മരുത്വാമല. ഓരോരോ നവോത്ഥാന നായകർക്കും ജ്ഞാനോദയം ലഭിച്ചപ്പോൾ ചട്ടമ്പിസ്വാമി, വടിവേശ്വരം, അങ്ങനെ കുറേ സ്ഥലമില്ലേ. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് പിള്ളത്തടം ഗുഹ. മരുത്വാമല സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി. ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1918. ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിച്ചത് 1918. രണ്ടാമത് സന്ദർശിച്ചത് 1926. ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1918. ശ്രീലങ്കയിൽ സിലോൺ നടന്ന സ്വീകരണ യോഗത്തിൽ ക്രമീകരണങ്ങൾ ചെയ്തത് ബോധാനന്ദ സ്വാമികൾ. ശ്രീനാരായണ ഗുരു രണ്ടാമതായി ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1926. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായി വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിൻ്റെ ആവശ്യത്തിനായി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹത്തിൽ സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ? വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സത്യാഗ്രഹികൾക്കായി വെല്ലൂർ മഠത്തിൽ താമസ സൗകര്യം ഒരുക്കുകയും സത്യാഗ്രഹത്തിൻ്റെ ആവശ്യത്തിനായി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ 150ാമത് ജന്മവാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷം 2006. 2006 5 രൂപ.
നാണയം പുറത്തിറക്കി. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിനെ നമ്മളെ മലയാള മനോരമ എന്ത് പറഞ്ഞു, നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന് പറഞ്ഞത് മലയാള മനോരമ പത്രമാണ്. അങ്ങനെയായി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ വിശേഷണങ്ങളുണ്ട്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പ് എന്താ പറഞ്ഞത്, അങ്ങനെ ഓരോരോ ആൾക്കാർ പറഞ്ഞത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികൾ ഈശാവസ്യോപനിഷത്ത്, പിന്നെ ഒഴിവിലൊടുക്കം. ഗുരുവിൻ്റെ തമിഴ് കൃതി തേവരപ്പതികങ്ങൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃത രചനകൾ ദർശനമാല, ചിദംബരാഷ്ടകം, നിർവൃതി പഞ്ചകം, വേദാന്ത സൂത്രം. ജസ്റ്റ് ഇതും ഒന്ന് അറിഞ്ഞിരിക്കണം, ഓരോരോ രചനകളും കൃതികളും. ഇനി ഈ ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെയും അതുപോലെ തന്നെ ടാഗോറിനെയും കണ്ടുമുട്ടിയ ആ ഒരു ഡേറ്റും ഈ കണ്ടുമുട്ടുന്നവരോടൊപ്പം ആരൊക്കെയാണ് ഉണ്ടായത്, തർജ്ജമ ചെയ്ത വ്യക്തികൾ, അതൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922 നവംബർ 22. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922 നവംബർ 22 ശിവഗിരിയിൽ വെച്ചിട്ട്. ടാഗോറിൻ്റെ സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രൂസ്. ടാഗോറിൻ്റെ സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രൂസ് ആണ്, ദീനബന്ധു എന്നറിയപ്പെടുന്നത്. ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തതാണ് കുമാരനാശാൻ. അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ടാഗോറിനെ കണ്ടുമുട്ടിയത് 1922 നവംബർ 22-നും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് CF ആൻഡ്രൂസ് ആണ്. തർജ്ജമ ചെയ്തു കൊടുത്തത് കുമാരനാശാൻ. ഇനി ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം 1925 മാർച്ച് 12 ശിവഗിരിയിൽ വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തോടു കൂടി ഉണ്ടായിരുന്നത് C രാജഗോപാലാചാരി. തർജ്ജമ ചെയ്ത് കൊടുത്തത് N കുമാരൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് കുമാരനാശാനാണ്. ഗാന്ധിജിൻ്റെ കാര്യം പറയുന്നത് N കുമാരൻ. രണ്ടും വേറെ വേറെ ആൾക്കാരാണ്. ഇതൊന്നും കൂടി വായിക്കാം. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922 നവംബർ 22 ശിവഗിരി. ടാഗോറിൻ്റെ സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്ന വ്യക്തി CF ആൻഡ്രൂസ്, ദീനബന്ധു. ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തി കുമാരനാശാൻ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925 മാർച്ച് 12. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ ദേശീയ നേതാവ് C രാജഗോപാലാചാരി. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത വ്യക്തി N കുമാരൻ. അപ്പോൾ ഈ ഡേറ്റ് ഒന്ന് ഓർക്കുക. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയത് 1922 നവംബർ 22. ഇനി അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ശിവഗിരി ശാരദാമഠം. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരി. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം ചോദിച്ചിട്ടുണ്ട്. വെള്ള കളറാണ്, ശ്വേതവർണം. ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിൻ്റെ നിറമാണെങ്കിൽ മഞ്ഞ. ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ വല്ലശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, TK കിട്ടൻ. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന സ്ഥലം ഇലവന്തിട്ട, പത്തനംതിട്ട. ഇനി വിവേകോദയം, ഇമ്പോർട്ടൻ്റ് ആണ് വിവേകോദയം. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. അത് ആരംഭിച്ച വർഷം 1904. സ്ഥാപകൻ കുമാരനാശാൻ. സ്ഥാപക പത്രാധിപർ M ഗോവിന്ദൻ. സ്ഥാപകനാണെങ്കിൽ കുമാരനാശാൻ, സ്ഥാപക പത്രാധിപരാണ് M ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം. വിവേകാനന്ദ സ്വാമികളോടുള്ള ആദരസൂചകമായി SNDPയുടെ മുഖപത്രത്തിന് വിവേകോദയം എന്ന പേര് നൽകുകയായിരുന്നു. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന രചനകൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്.
ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷം 1897. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച വർഷം 1897. ശ്രീനാരായണ ഗുരു ദൈവദശകം രചിച്ച വർഷം 1914. അപ്പോൾ ആത്മോപദേശ ശതകം രചിച്ചത് 1897, ദൈവദശകം രചിച്ചത് 1914. 2014 100 വർഷം ആഘോഷിച്ച ഗുരുവിൻ്റെ കൃതി ദൈവദശകം. കാരണം ദൈവദശകം രചിച്ചത് 1914 അപ്പോൾ 2014 ആകുമ്പം 100 വർഷമായി. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൽ. രചിച്ചത് തിരുവള്ളുവർ. ഇമ്പോർട്ടൻ്റ് ആണ് തിരുക്കുറൽ. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചന നവമഞ്ജരി. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് നവമഞ്ജരി. ഇനി മറ്റു രചനകളുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ആത്മോപദേശ ശതകം, ശിവശതകം, ദൈവദശകം, അനുകമ്പാദശകം, ചിദംബരാഷ്ടകം, വിനായകാഷ്ടകം, ദർശനമാല, കാളീനാടകം, അദ്വൈത ദീപിക, ശ്രീകൃഷ്ണ ദർശനം, ജാതിലക്ഷണം, ജാതിമീമാംസ, ജാതിനിർണയം, നിർവൃതി പഞ്ചകം, ജീവകാരുണ്യ പഞ്ചകം, ജനനി, നവരത്നമഞ്ജരി, കുണ്ടലിനിപ്പാട്ട്, ഇന്ദ്രിയ വൈരാഗ്യം, ചിജ്ജട ചിന്തനം, അതൊക്കെ ഉണ്ട്. ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം നൽകിയ കവിയാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ. ശ്രീനാരായണ ഗുരു ശിവഗിരി ബ്രഹ്മവിദ്യാലയം ശിലാസ്ഥാപനം നടത്തിയ വർഷം 1925 ഒക്ടോബർ 17. തിരുവനന്തപുരം മുട്ടത്തറയിൽ നടന്ന പുലയ സമ്മേളനത്തിൽ ഗുരു പങ്കെടുത്ത വർഷം 1916. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സന്യാസി ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ. ശിവലിംഗദാസ സ്വാമിയുടെ ശിഷ്യന്മാരാണ് മലയാളി സ്വാമിമാർ രാമാനന്ദ സ്വാമി, സിദ്ധവൈദ്യൻ. ശിവലിംഗസ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശൻ എഴുതിയ കവിത പറന്നുപോയ ഹംസം. ഇമ്പോർട്ടൻ്റ് ആണ്. ശിവലിംഗസ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കുമാരനാശാൻ എഴുതിയ കവിതയാണ് പറന്നുപോയ ഹംസം. വടക്കേ മലബാറിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയവർ മൂർക്കോത്ത് കുമാരൻ, കൊറ്റിയത്ത് രാമുണ്ണി. വടക്കേ മലബാറിൽ മൂർക്കോത്ത് കുമാരനും നേരത്തെ പറഞ്ഞ മുൻകൈയെടുത്ത് പ്രതിമ സ്ഥാപിക്കാൻ മൂർക്കോത്ത് കുമാരനും കൊറ്റിയത്ത് രാമനുണ്ണി. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ വചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ആത്മോപദേശ ശതകത്തിൽ നിന്നെടുത്ത വരികളാണ്. ഇനി ജാതിമീമാംസ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ കോഡ്സ് എടുത്തത്. അപ്പം ഇതിൽ ചോദിക്കാം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അപ്പോൾ ഇത് ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? ആത്മോപദേശ ശതകം. അതേപോലെ തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ, അത് ഏത് കൃതിയിൽ നിന്ന് എടുത്തത്? ജാതിമീമാംസ. ഇനി ഒരു കൊട്ടേഷൻ: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഗുരുവിൻ്റെ ഈ വാക്കുകൾ ഏത് ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു? അരുവിപ്പുറം. നെക്സ്റ്റ്, P.A. ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെ കുറിച്ചുള്ള ആദ്യ സിനിമ. അപ്പം സംവിധാനം ചെയ്തത് P.A. ബക്കർ. ആദ്യ സിനിമയുടെ പേര് ശ്രീനാരായണ ഗുരു. ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രൻ. ഗുരുവിൻ്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട്. നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല. നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് M.K. സാനു. നാരായണ ഗുരുസ്വാമി. അപ്പം P.A. ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെക്കുറിച്ചുള്ള ആദ്യ സിനിമയാണ് ശ്രീനാരായണ ഗുരു. ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രൻ. ഗുരുവിൻ്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട്. നാരായണം എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ. നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം രചിച്ചത് M.K. സാനു.
ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തിയാണ് മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ടി ഭാസ്കരൻ. ബ്രഹ്മർഷിയിലൊരു ഭാഗമുണ്ട്, ഭാസ്കരനിലൊരു ഭാഗമുണ്ട്, രണ്ടും വേറെയാണ്. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ടി ഭാസ്കരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചത് കെ പി അപ്പൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ യുഗപുരുഷൻ. യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ. അപ്പോൾ വേറൊന്നുണ്ടല്ലോ, പി എ ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിൻ്റെ ആദ്യ സിനിമയാണ് ശ്രീനാരായണ ഗുരു. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഉള്ള ഒരു സിനിമയാണ് യുഗപുരുഷൻ. ആർ സുകുമാരൻ സംവിധാനം ചെയ്ത സിനിമ. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ച നടൻ തലൈവാസൽ വിജയ്. 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്ത കൃതിയാണ് ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു. ഇനി ശ്രീനാരായണ ഗുരുവും നവോത്ഥാന നായകരും കണ്ടുമുട്ടലുകൾ. ഇത് ചോദിക്കാം. ഡേറ്റാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. ഡേറ്റും സ്ഥലം ചോദിക്കാം. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882. അണിയൂർ ക്ഷേത്രം. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത് 1882. ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടിയ വർഷം 1891. കായ്ക്കര. കുമാരനാശാനെ കണ്ടുമുട്ടിയത് 1891. ശ്രീനാരായണ ഗുരു ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയ വർഷം 1895. പൽപ്പുവിനെ കണ്ടുമുട്ടിയത് 1895. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയ വർഷം 1912. ബാലരാമപുരം. അപ്പം ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയത് 1882. അണിയൂർ ക്ഷേത്രം. കുമാരനാശാനെ കണ്ടുമുട്ടിയത് 1891. കായ്ക്കര. ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടിയത് 1895. ബാംഗ്ലൂർ. അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് 1912. ബാലരാമപുരം. ഇനി വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1914. അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ട്. വാഗ്ഭടാനന്ദനെ 1914. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916. തിരുവണ്ണാമല. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. നാം പറഞ്ഞത് 1922 നവംബർ 22 ശിവഗിരിയിൽ വെച്ചിട്ട്. മഹാത്മാഗാന്ധിയെ 1925 ശിവഗിരിയിൽ വെച്ചിട്ട് തന്നെ. ഇനി പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ അവാർഡ് ജേതാവ് ശശി തരൂർ. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ അവാർഡ് ജേതാവ് ശശി തരൂർ. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്ര. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ, കരുനാഗപ്പള്ളി. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ, കരുനാഗപ്പള്ളി. ശ്രീനാരായണ ജയന്തി